നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത് ഗർഭകാലത്തിൻ്റെ ഒരു 4 മാസം തുടങ്ങി 7 മാസം വരെ എന്തൊക്കെ ശ്രദ്ധ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. നമ്മൾ ഒരു അനോമലി സ്കാൻ 5-ാം മാസത്തിൽ കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യങ്ങളുണ്ടോ എന്നറിയുന്ന സ്കാൻ നോക്കുന്നതിനെ പറ്റി നമ്മൾ സംസാരിച്ചു. വീണ്ടും അത് മാത്രമേ ഉള്ളൂ അതോ ബ്ലഡ് ടെസ്റ്റുകൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. ബ്ലഡ് ടെസ്റ്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ശാരീരിക പരിശോധനയെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ വന്നാലുടൻ തന്നെ ഗർഭിണിയുടെ വെയിറ്റ് നോക്കുന്നതിനെ പറ്റിയും പ്രഷർ നോക്കുന്നതിനെ പറ്റിയും നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ ഗർഭിണികളെ പരിശോധിക്കുന്നതിൻ്റെ ആവശ്യകതയുമുണ്ട്. ഈ സമയത്ത് ഗർഭിണികളുടെ ശാരീരിക പരിശോധന അത്യാവശ്യമാണോ? തീർച്ചയായിട്ടും ആവശ്യമാണ്. കാര്യം കുഞ്ഞുങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല. പടിപടിയായിട്ടുള്ള വളർച്ചയാണ് ഗർഭാവസ്ഥയിൽ കിടക്കുന്ന കുഞ്ഞിനുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ മാസവും ആ കുഞ്ഞു വളരുന്നുണ്ടോ എന്നുള്ളത് ഗർഭത്തിൻ്റെ അതായത് ഗർഭപാത്രത്തിൻ്റെ വളർച്ച അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റും. വയറ്റിൽ കൈവച്ച് നോക്കുകയാണെങ്കിൽ ഗർഭപാത്രം എത്രമാത്രം വളർന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണ പോലെയുള്ള വളർച്ചയില്ല എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ഒന്നുകിൽ കുഞ്ഞു വളരുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കുറയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പലപ്പോഴും ഗർഭിണികളും അവരുടെ വീട്ടുകാരും നമ്മളോട് ചോദിക്കാറുണ്ട്. ഈ കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം എന്ന് പറയുന്നത് കുഞ്ഞ് സുഖമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അതായത് അമ്മയ്ക്ക് പ്രത്യേകമായ അസുഖങ്ങളൊക്കെ വന്ന് കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കുന്നില്ല എന്നുള്ളതിന് തെളിവാണ് ഒരു കുഞ്ഞിൻ്റെ വെള്ളം കുറയുന്നില്ല എന്നുള്ളത്. പക്ഷേ കുഞ്ഞിൻ്റെ വെള്ളം കൂടുന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് ഒന്നുകിൽ അമ്മയുടെ പ്രശ്നം കൊണ്ടാകാം, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ പ്രശ്നം കൊണ്ടാകാം. അമ്മയ്ക്ക് ഗർഭസമയത്ത് ഡയബറ്റിസ് വരികയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളത്തിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഈ ചുറ്റുമുള്ള വെള്ളത്തിന് കുഞ്ഞിനും ഒരു പങ്കുണ്ട്. അതായത് കുഞ്ഞിന് ചുറ്റും ഉണ്ടാകുന്ന വെള്ളം സാധാരണ കുഞ്ഞ് കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ ഈ അന്നനാളത്തിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് അത് കുടിക്കാൻ പറ്റാതെയും ആ വെള്ളം തിരിച്ച് കുഞ്ഞിന് ചുറ്റും വരികയും ചെയ്യും. അപ്പോൾ കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീണ്ടും കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യങ്ങളോ നമ്മൾ നേരത്തെ കാണാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതാണ്. ചിലപ്പോൾ കുഞ്ഞിൻ്റെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കാര്യം ഈ ചുറ്റുമുള്ള വെള്ളത്തിൻ്റെ ഒരു പ്രധാന അളവെന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ മൂത്രമാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ കിഡ്നിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും ഈ കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കുറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, അമ്മയ്ക്ക് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കൂടുമെന്ന്. പക്ഷേ നമ്മൾ അതിന് ഒരു ഇട വരുന്നതിന് മുമ്പ് തന്നെ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് നമ്മൾ ചെയ്യുന്നത് 6 മാസം ആകുമ്പോൾ തന്നെ അമ്മയ്ക്കൊരു ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്ത് നോക്കും. എല്ലാവരും ചോദിക്കും, ആഹാരം കഴിക്കാതെയും കഴിച്ചുമുള്ള ഷുഗർ എടുത്തിട്ടാണല്ലോ ബാക്കിയുള്ളവർക്ക് ഡയബറ്റിസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്. അത് പോരേ എന്ന് ചോദിക്കും. അത് പോരാ. കാര്യം ഈ ഗർഭകാലത്ത് അമ്മയ്ക്ക് ഷുഗർ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാര്യമെന്ന് പറയുന്നത് അമ്മയുടെ ഹോർമോണുകളാണ്. അപ്പോൾ നമുക്ക് ഇവർക്ക് ഷുഗർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നറിയണമെങ്കിൽ നമ്മളൊരു ചലഞ്ച് ഇട്ട് കൊടുക്കണം. അതായത് സാധാരണ ആഹാരം കഴിച്ചു വരുന്ന അമ്മമാർക്ക് ഒരു ഗ്ലൂക്കോസ് 75 ഗ്രാം കൊടുത്തിട്ട് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ അവരുടെ ഷുഗർ എത്രയുണ്ട് എന്നുള്ളത് നോക്കണം. സാധാരണ 146-ൽ താഴെയായിരിക്കും. 146-ൽ കൂടുതലാണെങ്കിൽ അവർക്ക് വീണ്ടും വിശദമായ പരിശോധനകൾ ചെയ്ത് ഡയബറ്റിസ് ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡയബറ്റിസ് കുറയ്ക്കാനുള്ള മരുന്നുകളും നമ്മൾ കൊടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അമ്മയ്ക്ക് വളർച്ച വരുന്നുണ്ടോ എന്നറിയാൻ ഹീമോഗ്ലോബിൻ നോക്കണം. അമ്മയ്ക്ക് മൂത്രത്തിൽ പഴുപ്പോ മറ്റോ വരുന്നുണ്ടോ എന്നറിയാനായിട്ട് മൂത്രവും പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അമ്മയുടെ മൂത്രം കൾച്ചർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നന്ദി, നമസ്കാരം.